Hello, afternoon. Hello, good morning, ma'am. Sorry, good afternoon. Okay, Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yes. ജോയിൻ ആയോ എല്ലാവരും? എത്ര സ്റ്റുഡൻസ് ഏകദേശം ഉണ്ടാകാറുണ്ട്? ഒരു ആവറേജ് പറയാമോ? ഓ, വെരി ഫൈൻ. ഓൾസോ വെരി വെരി ഫൈൻ. എല്ലാ നല്ല ദിവസങ്ങളൊക്കെ എല്ലാവർക്കും നന്നായിരുന്നു അല്ലേ? ന്യൂ ഇയർ ഒക്കെ നന്നായി ആഘോഷിച്ചു എല്ലാവരും. yes, ma'am. So warm wishes and also wonderful new year. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് അല്ലെ, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പുതിയൊരു എന്താ പറയാ കരിയർ ആരംഭിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു സ്റ്റാർട്ടിങ് നമ്മൾ 2025 വെച്ചിരിക്കുന്നത് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങി. ഒരു കാലവയ്പാണ്. നമുക്കൊരു എന്തെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് എന്താ പറയാ ബെനിഫിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നേടുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത് 2025 പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് എവിടെ കിട്ടണം? 2026 കിട്ടണം. സോ എക്സ്പെക്ടിങ് എ ഗുഡ് ഫ്യൂച്ചർ ആൻഡ് ഓൾസോ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ഒരു ഭാവി ജീവിതം, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നല്ല ജോലി എത്രയും പെട്ടെന്ന് അല്ലെ ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യം തന്നെയാണ്. സോ അതിനൊക്കെ എല്ലാത്തിനും ഓൾമൈറ്റി നമുക്ക് അതിനുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ തരട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഓക്കെ, നമ്മള് ഏകദേശം ജോയിൻ ചെയ്യാറുണ്ട് മക്കളെ ക്ലാസ്സില്. ഈ വൺസിന്റെ വീക്ക് വരുന്നത് കൊണ്ട് കുട്ടികൾ ഇങ്ങനെ കുറഞ്ഞു പോകുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഏകദേശം 23 ആണ് ഇപ്പൊ കിടക്കുന്നത് ഇവിടെ. അതിന്റെ ഒരു 30 അബോവ് പോകാറുണ്ടോ കുട്ടികൾ? 39 ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇപ്പൊ പക്ഷെ ഇന്ന് ഭയങ്കര കുറവാണല്ലോ. അതാ ഞാൻ ചോദിച്ചത്. ഒരു ഏകദേശ കണക്കിന് വേണ്ടിയിട്ടാണ്. ഒരു 10, 24, 25 ആയിട്ടുള്ള വരുമായിരിക്കും ചിലപ്പോ. ക്ലിയർ ആകുന്നില്ല? ഹലോ, ഒന്ന് പറഞ്ഞേ. ബാക്കിയുള്ളവരും വേഗം പറഞ്ഞേ. തുറന്നിട്ട് പറയാ. അത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് ചിലപ്പോഴൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ക്ലിയർ അല്ല. 1-2 പേരാണ് ഇല്ലാന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് ഓക്കെയാണോ? അനു, ബാക്കിയുള്ളവർ ക്ലിയർ ആണെന്നാണ് പറയുന്നത്. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലാത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവായിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യാമോ? അനുവും പിന്നെ ആരാണ്? ഗാലറി, അങ്ങനെയാണ് അവിടെ കിടക്കുന്ന ഒരു പേര്. അപ്പൊ ആളൊന്ന് വേഗം ഒന്ന് ലീവായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നുകൂടി ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ശരിയായോ? നോക്കിയായിരുന്നു ഗാലറി എന്ന് ശരിയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ശരിയാ, ഓക്കെ ആയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെയാണ്. എന്നാൽ ഞാൻ എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മുടെ ഇവിടെ പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയില്ല. സോ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. ഹിസ്റ്ററി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസിന്റെ ആ ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്ന ഇവല്യൂഷൻ എവിടെ നിന്നാണ് ഏതൊക്കെ രീതിയിലാണ് പണ്ടൊക്കെ എന്താ പറയാ ചില സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം രോഗങ്ങളൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു സത്രമൊക്കെ പോലെ ആളുകളെ ശുശ്രൂഷിക്കുക, രാത്രി കാലങ്ങളിൽ പരിചരിക്കുക, അവരെ ലോങ് ജേർണി ഒക്കെ വലിയ യാത്രക്കാർക്ക് പോകുമ്പോ പണ്ടൊക്കെ എല്ലാം കാലങ്ങളുടെ യാത്രകളൊക്കെ ആണല്ലോ അല്ലെ. അപ്പൊ അത്തരം യാത്രകളൊക്കെ പോകുമ്പോ ഒരു രാത്രിയിലൊക്കെ ഉണ്ടാകുന്ന യാത്രയൊക്കെ എന്താ പറയാ സ്റ്റോപ്പ് ചെയ്തിട്ട്
എവിടെയെങ്കിലും ഒന്ന് തങ്ങി പിറ്റേ ദിവസം നേരം എടുക്കുമ്പോൾ വീണ്ടും അടുത്ത യാത്ര. അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ. ഇന്നൊക്കെ നമുക്ക് എല്ലായിടത്തും എവിടെ പോയെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 വീലറെങ്കിലും ഇല്ലെങ്കിൽ നമ്മള് ജസ്റ്റ് ഒരു 200-300 meters വരെ നമ്മൾ പോകില്ല അല്ലെ. നടക്കാനാണെങ്കിൽ അവർക്ക് ഭയങ്കര പട്ടിയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഇതായിരുന്നു വലിയ എത്ര ദൂരമാണ്. ദൂരം ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. സോ ലോങ് ഡിസ്റ്റൻസ് അല്ലെ. ഒത്തിരി പോലെ അടുത്തടുത്ത് കടകളില്ല. ഒത്തിരി എന്താ പറയാ ഡ്രോബാക്സ് ഒക്കെ അന്നത്തെ കാലത്ത് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കടകള് നമുക്കിപ്പോ കുറെ നടന്നു കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ക്ഷീണിച്ചു, നമുക്കൊരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ഒരു എവിടെയെങ്കിലും കയറിയിട്ട് ഒരു ചായയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വെള്ളമോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് അതിനുള്ള എന്താ പറയാ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ചില സത്രങ്ങൾ പോലെയുള്ള അല്ലെ, ഇതുപോലെ അതിർത്തി മന്ദിരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അന്ന് രാത്രി അവിടെ അവരെ എന്താ പറയാ എന്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, അവരെ ഹാപ്പി ആക്കാനും കംഫർട്ടബിൾ ആക്കാനും ചെയ്യുന്ന ശുശ്രൂഷകൾ അതൊക്കെയാണ്. അപ്പൊ ആ രീതിയിൽ അത് വളർന്ന് പിന്നീട് അത് മാറി 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 ഇന്നത്തെ മോഡേൺ ഹോസ്പിറ്റൽസിന്റെ ഒരു സ്ഥലത്തിലേക്ക് വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസിന്റെ ഇവല്യൂഷൻസ് ബിഫോർ ഇൻഡിപെൻഡൻസ് മുമ്പോട്ടൊക്കെയാണ് നമ്മള് ഇതിനൊക്കെ അറിയാനുള്ളത് അല്ലെ. അതിനുമ്പോൾ 1750 1958 വരെയുള്ള മോഡേൺ പീരീഡിലുള്ള ഹോസ്പിറ്റൽസിന്റെ അവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. അടുത്തത് ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ഇന്ത്യൻ ജനറലിയോ പ്രീ ഇൻഡിപെൻഡൻസ് ഒക്കെ നമുക്ക് ഇനി ആരംഭിക്കാനുള്ളത്. സൗണ്ട് കഴിക്കാവുന്നുണ്ടാവും. സിസ്റ്റത്തിന് ഇച്ചിരി കംപ്ലൈന്റ് എടുത്ത് അപ്പൊ നമ്മൾ മാറേണ്ടി വരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്തേ ഇടയ്ക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെ. യെസ്, ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആയല്ലോ. സ്ഥലം മാറിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറയാ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോസ്പിറ്റൽസിന്റെ ഹിസ്റ്ററിയാണ്.
അതിൽ കുറച്ച് ഭാഗം കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ദാറ്റ് മീൻസ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ, അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള നമ്മുടെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇവല്യൂഷൻസ്, ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള ഹോസ്പിറ്റൽസ്, അങ്ങനെയൊക്കെ. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഫോർ ദ സിക്ക് വാസ് പ്രൊവിഷണൽ ആൻഡ് ഓൾസോ സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഭരണമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ അന്നത്തെ കാലത്ത് താൽക്കാലികമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ചില ഒരു ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആളുകളെ, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേദന അല്ലെങ്കിൽ മാനസികമായിട്ടെന്ന് വെച്ചാൽ മനസ്സിന് വിഷമങ്ങളൊക്കെയാണ്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന താൽക്കാലിക സെന്റർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ആയിരുന്നു പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ. ഇന്നത്തെ പോലത്തെ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആയിട്ട് കെട്ടിപ്പൊക്കിയൊന്നും അല്ല. ഇതുപോലെയുള്ള ചില ആശ്വാസം നൽകുക, അതായത് സ്പിരിച്വൽ ആശ്വാസം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അട്രയ എന്ന് പറയുന്ന എന്താ പറയുക, ഇതൊക്കെ ആ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് ബിഫോർ ഉണ്ടായിരുന്ന ചില എന്താ പറയാ ഹോസ്പിറ്റലുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആക്കാൻ പറ്റുന്ന ചില ശുശ്രൂഷകളോ സേവനങ്ങളോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്ന കാര്യങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ ഓരോ പോയിന്റ് വൈസായിട്ട് തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്നുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, എല്ലാം ഡിഫറെന്റ് ആണ്. അന്നത്തെ കാലഘട്ടങ്ങളിൽ ബിഫോർ ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ രീതിയിലുള്ള ഇതുപോലെയുള്ള കെയറിങ് കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്, സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതിങ്ങനെ ഓരോ നമ്പർ ഇട്ട് ഇങ്ങനെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ നമ്പർ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇവല്യൂഷൻസ് അത് പല കാലഘട്ടങ്ങളിലും പല രീതിയിലായിരുന്നു. ഏർലി റൂളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നപ്പോ അവർ ഇതുപോലെ എന്താ പറയാ പേഷ്യൻസ്, രോഗങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി ആത്മീയമായിട്ടുള്ള ചൈതന്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് കെയർ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പല ഭരണക്കാരും അന്നത്തെ കാലത്തൊക്കെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അട്രയ ആണ്. ഇത് ഒരു ഫിസിഷ്യൻ ആൻഡ് ഓൾസോ എ ടീച്ചർ ഹൂ ലിവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. അന്നത്തെ കാലത്തെ ആദ്യത്തെ ഫിസിഷ്യൻ ആണ്. ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്നത്തെ രീതിയിലുള്ള മോഡേൺ രീതിയിലുള്ളതല്ല എങ്കിൽ കൂടി എന്താ പറയാ പല കാര്യങ്ങളും ആളുകൾക്ക് ഉണ്ടാകുന്ന പല ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ എല്ലാത്തിനും കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഫിസിഷ്യൻസ് എന്ന് വിളിക്കുക, അല്ലെ? അല്ലെങ്കിൽ ദോസ് ഹൂ ഡു നോട്ട് എന്താ പറയാ എൻഗേജ് ഇൻ സ്പെഷ്യലൈസ്ഡ് പെർഫോമൻസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ശുശ്രൂഷിക്കുന്നവരല്ല. ഇപ്പൊ നമ്മൾ ENT അതൊരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറാണ്. ENT അതായത് ഇയർ നോസ് ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്ക് നമ്മൾ ചികിത്സ തേടുന്ന ഒരു സ്ഥലമാണ് ENT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? കാർഡിയോ കെയർ ടെക്നോളജി എന്ന് പറയുന്നതൊക്കെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഡോക്ടേഴ്സ് ആയിരിക്കും, ടെക്നീഷ്യൻസ് ആയിരിക്കും, അങ്ങനെ. പക്ഷെ ഫിസിഷ്യൻ എന്ന് പറയുന്നത് ജനറൽ ആണ്, കോമൺ ആയിട്ട് എല്ലാവരും. നമ്മളിപ്പോ എന്തെങ്കിലും പനി, തലവേദന, ചുമ ഒക്കെ വരുമ്പോ ഫിസിഷ്യൻസിനെയാണ് നമ്മൾ ആദ്യം തന്നെ എന്താ പറയാ കൺസൾട്ട് ചെയ്യാം. അതിനുശേഷം അവർക്ക് നോക്കിയിട്ട് പറ്റാത്തതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമായിട്ടുള്ള പനികളോ ഒക്കെ ആണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യുന്നു. അവരുടെ മെഡിസിൻസ് നമ്മളെ ഇഫക്റ്റീവ് ആകുന്നില്ലെങ്കിൽ they will suggest to any other specialized doctor. ചിലപ്പോ അത് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യണം, അപ്പൊ നിങ്ങൾ ഇന്ന ആളെ ഒന്ന് കാണൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സജസ്റ്റ് ചെയ്യും, അല്ലെ? അപ്പൊ ഫിസിഷ്യൻസ് എന്ന് പറയുന്നത് ഓൾ ടുഗദർ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കെയർ. അന്നത്തെ കാലത്ത് തക്ഷശില എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ച ആദ്യത്തെ ഫിസിഷ്യനും അതുപോലെ തന്നെ ഒരു ടീച്ചർ കൂടിയാണ് അട്രയ എന്ന് പറയുന്നത്. ഇത് കുറെ പണ്ട് കാലത്തെ രോഗങ്ങൾ ശുശ്രൂഷിക്കുന്ന വിഭാഗമോ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തികൾ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കേട്ടല്ലോ? മനസ്സിലായോ? ഇനി മറ്റൊരു വിഭാഗമാണ് സുശ്രുത എന്ന് പറയുന്നത്. 6th സെഞ്ചുറി BC-യിലുള്ളതാണ്. നമ്മളിപ്പോ ഏത് സെഞ്ചുറിയിലാണ്? 21st സെഞ്ചുറിയിലാണ്. 6th സെഞ്ചുറി എന്ന് പറയുമ്പോൾ സെഞ്ചുറി മീൻസ് 100 years ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ സെഞ്ചുറി എന്ന് വിളിക്കുക. അപ്പൊ 6th സെഞ്ചുറി എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങൾ ബാക്കിലാണ്, എത്ര 100 വർഷങ്ങളുടെ പിന്നിലാണ് കിടക്കണേന്ന് നോക്കുക. അന്നത്തെ കാലത്തുള്ള ഒരു രീതിയാണ് സുശ്രുത എന്ന് പറയുന്നത്. സുശ്രുത ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സർജറി. സർജറി ഉണ്ടല്ലോ, ഓപ്പറേഷൻസിന്റെ ഒക്കെ എന്താ പറയാ പിതാവ് എന്നറിയപ്പെടുന്ന
അദ്ദേഹം വാസ് ഇന്ത്യൻ സർജൻ ഹു വാസ് നോൺ ഫോർ ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ ടെക്നിക്സ്. അതായത് വലിയ എന്താ പറയാ വളരെ പ്രതിഭാശാലിയായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഇതിലൊക്കെ ഓപ്പറേഷൻസും പലതരത്തിലുള്ള ടെക്നിക്സും ഒക്കെ കൊണ്ടുവരുന്നതിൽ വളരെയധികം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു മികവ് കാണിച്ചിരുന്ന അല്ലെങ്കിൽ ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നതാണ് സുശ്രുത എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ഫോർ ഹിസ് ഡിസർട്ടേഷൻ. ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം തന്നെ കുറെ ഇങ്ങനെ പ്രബന്ധങ്ങളൊക്കെ, അതായത് ആ പ്രബന്ധങ്ങളുടെ പേരാണ് ശുശ്രൂഷ സംഹിത എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രബന്ധം പോലെയൊക്കെ ഉണ്ടാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തില് അദ്ദേഹം ഈ സർജറിയുടെ ഒരു പിതാവ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം സർജറിയിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ടെക്നിക്സും ഓപ്പറേഷൻസും ഒക്കെ കൊണ്ടുവരികയും അത് എന്താ പറയാ പ്രബന്ധങ്ങളായിട്ട്, ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞ പ്രബന്ധങ്ങളാണ് അത്. എന്താ പറയാ ശുശ്രൂഷ സംഹിത എന്ന് പറയുന്ന ഒരു പ്രബന്ധമായിട്ടൊക്കെ ഫോം ചെയ്ത് എന്താ പറയാ ഏൻഷ്യൻ ഇന്ത്യയില് കൊണ്ടുവന്ന അത് ഒരു മെയിൻ നോളജ് ഓഫ് സർജറി, സർജറിയുടെ ഏറ്റവും കൂടുതൽ അറിവ് പകരുന്ന പ്രബന്ധമാണ് ഈ പറയുന്നത് ശുശ്രൂഷ സംഹിത എന്ന് പറയുന്നത്. മനസ്സിലായോ? ശുശ്രൂത എന്താണെന്ന് മനസ്സിലായോ? അതും ഒരു ടൈപ്പ് ഓഫ് ശുശ്രൂഷ നൽകുന്ന, ഇത് അതിന്റെ ഒരു മലയാളം വേർഡും അങ്ങനെ തന്നെ, ശുശ്രൂഷിക്കുക അല്ലെ. അപ്പൊ ശുശ്രൂഷ സംഹിത എന്ന് പറയുന്ന ഒരു പ്രബന്ധം തന്നെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഈ ഓപ്പറേഷൻസ് അതുപോലെയുള്ള സർജറീസ് അതിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. സോ ഹി ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് സർജറി, സർജറിയുടെ പിതാവ് എന്നുകൂടി അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ശുശ്രൂഷ സംഹിത അതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. 4ാമത്തെ പോയിന്റ് ഫുൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നത് ആരാണെന്നും അദ്ദേഹത്തിന്റെ ഡിസർട്ടേഷന്റെ പേര്, ഏൻഷ്യൻ ഇന്ത്യയിൽ അദ്ദേഹം എന്താ പറയാ സർജറിയെ കുറിച്ചുള്ള കുറെ നോളജുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസർട്ടേഷൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് ശുശ്രൂഷ സംഹിത. ഓക്കെ, ആ ഫുൾ പാരഗ്രാഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. 4th പോയിന്റ് ഫുള്ള്. നോട്ടൊക്കെ എല്ലാവർക്കും കിട്ടിയോ? നോട്ട് എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആണോ? 39 പറഞ്ഞ ആൾക്കാർ അത്രയും എത്തിയല്ലോ. ഓക്കെ, തുടങ്ങിയപ്പോ ഞാൻ ചോദിച്ചിരുന്നു ഇത്രയും കുട്ടികളാണോ കയറുന്നത്. അപ്പോ ആരോ കറക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ പറഞ്ഞു 39. യെസ്, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് 39 ആളുകൾ നമ്മുടെ നമ്പർ കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒരു നേരത്തെ ഒന്ന് കയറാൻ നോക്കണോട്ടോ. നമ്മുടെ ക്ലാസ് ഇച്ചിരി ഡിലേ ആയിട്ട് ഇവിടെ സൗണ്ട്, വേറെ ക്ലാസ്സിലാണ് ഇരുന്നത്, സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് വന്നതോടെ നമ്മൾ വേറെ ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ഒരു സമയം പോയതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ വന്നപ്പോഴേക്കും ടീച്ചർ തുടങ്ങണമല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടാ. ഒരു 5-6 മിനിറ്റ് നമുക്ക് അങ്ങനെ വേസ്റ്റ് ആയി പോയിരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ കുറച്ചുകൂടി ഒന്ന് നേരത്തെ ജോയിൻ ചെയ്യാൻ നോക്കുക. ഏതായാലും നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ മറന്നുപോയത് കൊണ്ടാണോ പെട്ടെന്നാണോ ഓർത്തേന്ന് എനിക്കറിയില്ല. അപ്പൊ ശുശ്രുത മനസ്സിലായല്ലോ, അണ്ടർലൈൻ ചെയ്യുക. നെക്സ്റ്റ് വൺ ചെറക. ചെറക അവിടെ 3rd പോയിന്റിന്റെ അറ്റത്ത് അവിടെ ചെറക 200 AD എന്ന് കൊടുത്തിട്ടുണ്ട്. അത് അവിടുത്തെ ഹെഡിങ് അല്ല, ശരിക്കും 5th പോയിന്റിന്റെ ഹെഡിങ് ആണ്. അവിടെ വരേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബുക്കിൽ പുതിയ ടെക്സ്റ്റ് ആയിരിക്കുമ്പോ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തിയിട്ടുണ്ടാവണം. റൈറ്റ്, ശരിയാണോ? കറക്ഷൻ വരുത്തിയില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അതിനെ പതുക്കെ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടു വെക്കുക. 5th പോയിന്റിന്റെ അവിടെ ചെറക 200 AD, അല്ലെങ്കിൽ അവിടെ നിന്ന് വെട്ടിയത് വേണ്ട. ചെറക അവിടെ 5th പോയിന്റ് ആയിട്ട് സെപ്പറേറ്റ്ലി കാണിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു കയറിപ്പോയതാ, ടൈപ്പിംഗിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. ആ ചെറക അവിടെ നിന്ന് വെട്ടി നമ്മുടെ 5th പോയിന്റ് ചെറക 200 AD ചെറക എന്ന് പറയുന്ന മറ്റൊരു കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആയുർവേദ. ഇത് ആയുർവേദ ചികിത്സയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് ചെറക എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ വിച്ച് ഈസ് ഡെവലപ്ഡ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ. നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടേ എന്താ പറയാ അതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരിക്കുന്ന ഒരു ചികിത്സാ രീതി, ആയുർവേദ ചികിത്സാ രീതിയുടെ ഒരു ഫോം ആണ് ചെറക എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ചെറക ഈസ് നോൺ ആസ് ദ എഡിറ്റർ ഓഫ് മെഡിക്കൽ ട്രീറ്റീസ്. ഒരുപാട് മെഡിക്കൽ ട്രീറ്റീസ്, ഉടമ്പടികളൊക്കെ ഇങ്ങനെ കുറെ എന്താ പറയാ ആതുര സേവനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ഉടമ്പടികളൊക്കെ എഴുതി തയ്യാറാക്കി ചരക സംഹിത. ചരക എഴുതിയതുകൊണ്ടാണ് അതിന് ചരക സംഹിത ആണ്. നമ്മുടെ സുശ്രുതയുടെ നേരത്തെ വായിച്ചു ശുശ്രൂഷ സംഹിത എന്ന് പറയുന്നത്. രണ്ടും രണ്ടാണ്. സുശ്രുതയുടെ ആണ് ശുശ്രൂഷ സംഹിതയും ചരക ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ട്രീറ്റീസ്, അദ്ദേഹത്തിന്റെ മെഡിക്കൽ ട്രീറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ചരക സംഹിതയിലാണ്. അതൊരു ബേസിക് ടെക്സ്റ്റ് ആയിട്ട്, അതായത് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിന്റെ ഒരു മെഡിക്കൽ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ. അപ്പൊ ഇന്ത്യൻ മെഡിസിനിൽ ഒരു ക്ലാസിക്കൽ ടച്ച് കൊണ്ടുവന്ന് ആയുർവേദത്തിന്റെ പേരിട്ട്
അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് ചരക സംഹിത എന്ന് പറയുന്ന മെഡിക്കൽ ട്രീറ്റീസിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അതിന്റെ എഡിറ്ററായിട്ട് കണക്കാക്കപ്പെടുന്നു. ആരായ ചരകയെ. മനസ്സിലായോ? ക്ലിയർ ആയോ? ചരക എന്ന് പറയുന്നത് ചരക 200 AD എന്നാണ് 5th പോയിന്റിൽ നമ്മൾ എഴുതി ചേർക്കേണ്ടത്. ആ 200 AD അവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അത് പക്ഷെ മുകളില് 3rd പോയിന്റിന്റെ കൂടെ ചേർന്ന് കിടക്കുന്നുണ്ട്. അത് അവിടെ വെട്ടിയേക്കുക. ചരക എന്നുള്ള 5th പോയിന്റിന്റെ അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ വേണമെങ്കിൽ 200 AD എഴുതി വെച്ചേക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അത് ഇങ്ങനെ മുകളിലേക്ക് ടൈപ്പിങ്ങിലോ എപ്പോഴോ അവിടെ നിന്ന് കയറിപ്പോയതാണ്. നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വായിച്ച് നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചരക 200 AD കിടക്കുന്നത്, അത് കഴിഞ്ഞ് പിന്നെ 5th പോയിന്റിലാണല്ലോ ചരക വരുന്നത് എന്ന് ചിലപ്പോ കൺഫ്യൂഷൻസ് പിന്നീട് ഓർക്കുമ്പോ ചിലപ്പോ നമ്മൾ പെട്ടെന്ന് ഓർക്കില്ല ടീച്ചർ അപ്പൊ എന്താ പറഞ്ഞതെന്ന് ചിലപ്പോ അതൊക്കെ മനസ്സിൽ നിന്നൊക്കെ വിട്ടുപോകും. അപ്പോഴേ തന്നെ അതൊന്ന് കറക്റ്റ് ചെയ്ത് പോകുക. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പൊ ചരക എന്ന് പറയുന്നത് മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആയുർവേദയാണ്. ആയുർവേദ സിസ്റ്റം ഓഫ് മെഡിസിനിലേക്കുള്ള ഒരു വലിയ സംഭാവനയാണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭാവനയാണ് ചരക. ആ ചരകയെ അറിയപ്പെടുന്നത് എഡിറ്റർ ഓഫ് മെഡിക്കൽ ട്രീറ്റീസ് ഓഫ് ആയുർവേദ, ഇന്ത്യൻ ക്ലാസിക്കൽ മെഡിസിൻ ആൻഡ് ആയുർവേദ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സംഹിതയാണ് ചരക സംഹിത. ദാറ്റ്സ് ഓൾ. അത്രയും പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ചരക എന്ന് പറയുന്ന ആ പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്തത് ഫുൾ പാരഗ്രാഫ് ഫുൾ ആയിട്ട്. ഇതൊക്കെ പഴയ ഏൻഷ്യന്റ് പീരീഡില് ബിഫോർ ഇൻഡിപെൻഡൻസ്, ദാറ്റ് മീൻസ് വെൻ ദ കിങ് വാസ് ദ റൂളേഴ്സ്, ഗവൺമെന്റ് ഇതിന്റെ എന്താ പറയാ ഭരണമൊന്നും വരുന്നതിനേക്കാളൊക്കെ ഒരുപാട് മുൻപ് നടന്നിരുന്ന കുറെ മെഡിസിൻ രീതികളാണ്. അത് നമ്മുടെ ഇംഗ്ലീഷ് അലോപ്പതിയും അതുപോലെ തന്നെ ആയുർവേദം, ഹോമിയോപ്പതി ഒക്കെ അതിന്റെ പിന്നിൽ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഇതിൽ ഓരോന്നിലേക്കുമുള്ള കോൺട്രിബ്യൂഷൻസ് ചരക എന്ന് പറയുന്നത് ആയുർവേദത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ് നടത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? 5th പോയിന്റ്. പിന്നെയും ബുദ്ധയുടെ കാലത്ത്, ബുദ്ധ ആൻഡ് അശോകയുടെ പീരീഡിലും ഒരുപാട് ഹോസ്പിറ്റൽസ് ഇന്നോവേഷൻസ് കൊണ്ടുവന്നത് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്യാൻ ബി ട്രേസ്ഡ്, അതായത് ഒരുപാട് ഹോസ്പിറ്റൽസിന്റേതായ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ കെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർസ് ഓൾസോ പ്രൊവൈഡഡ് ബൈ ദ റൂളേഴ്സ് ഓഫ് ബുദ്ധ ആൻഡ് അശോക. ബുദ്ധന്റെയും കാലഘട്ടത്തിൽ 273 to 232 AD അതും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസിൽ നിന്നാണ് ഇത്തരം അറിവുകളൊക്കെ നമുക്ക് ലഭിക്കുക, അല്ലെ? അല്ലാതെ ആ കാലത്തില് അത്തരം ശുശ്രൂഷകൾ ലഭിച്ചിരുന്ന ആളുകള് ഏതെങ്കിലും രീതിയിലൊക്കെ എഴുതി എവിടെയെങ്കിലും വെച്ചിരുന്നതാണ്. അല്ലാതെ നമുക്ക് അവരിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിയതല്ല. സം ഹിസ്റ്റോറിക്കൽ, അത് എന്താ പറയാ ഹിസ്റ്റോറിക്കൽ ആയിട്ട് ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഡോക്യുമെന്റ് ചെയ്തോ റെക്കോർഡ് ചെയ്തൊക്കെ ബുക്കുകളിലോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് എന്തിലാണോ എഴുതി വെച്ചിരുന്ന അങ്ങനത്തെ ആ എഴുത്തുകളിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ ഇതും ഒരു എന്താ പറയാ കണ്ടെത്തലാണ്. ബുദ്ധന്റെയും അശോകന്റെയും ഒക്കെ കാലഘട്ടത്തിലും ഹോസ്പിറ്റൽസിന്റേതായ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ. ഇനി അശോകാസ് റെയിനില് പ്രിൻസിപ്പിൾസ് ഓഫ് ഹൈജീൻ വർ ഫോളോഡ് ആൻഡ് ഓൾസോ സി സെക്ഷൻസ്, സിസേറിയൻ സെക്ഷൻസ് ഒക്കെ പെർഫോം ചെയ്തിരുന്നു അശോകന്റെ കാലഘട്ടത്തില്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് മുന്നിലും കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കത് വന്നിരുന്നു, പറഞ്ഞ ഭാഗത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞതാണ്. അശോക റെയിൻ സമയത്തും നമ്മുടെ ഹൈജീനിക് ആയിട്ടുള്ള, അതായത് നമ്മൾ എപ്പോഴും ശുചിയായിരിക്കുക, ശുചിത്വ പാലനം എന്നുള്ളതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കാലഘട്ടമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലൊക്കെ സി സെക്ഷൻസ് ഒക്കെ പെർഫോം ചെയ്തിരുന്നു എന്നാണ് പറയുക. സി സെക്ഷൻസ് മീൻസ് സിസേറിയൻ സെക്ഷൻസ് ആണ്. ഓക്കെ, മനസ്സിലായോ? 7th 1 അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ബിക്കോസ് അതൊക്കെ എക്സാംസിന് വരാൻ സാധ്യതകൾ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യുക എന്ന് പറയുന്നത്. അത് ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ നിർത്തിങ്ങനെ പേപ്പർ വായിക്കുന്ന പോലെയല്ല, മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സ്വയം ബോധ്യത്തിലൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാ? എന്തിനാ നമ്മൾ പഠിക്കുന്നത്? നമ്മളുടെ അറിവ് ഇൻക്രീസ് ചെയ്യാൻ, എക്സാംസ് നമ്മള് കൊടുക്കാൻ വേണ്ടി, അല്ലെ? നമ്മൾക്ക് നല്ല രീതിയിൽ എക്സാം നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി, അല്ലെ? ഇതെല്ലാം കൂടെ ഇത് രണ്ടും നമുക്ക് കിട്ടിയാലാണ് നമുക്ക് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ജോലി കിട്ടുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് നോളജ് വേണം. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന നോളജ് വേണം. ആൻഡ് ഓൾസോ നമ്മളുടെ ഇൻഫോർമേഷൻ ഇൻക്രീസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന അറിവുകൾ വർദ്ധിപ്പിച്ച് നമുക്കത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ അറിവ് നമുക്ക് ആവശ്യമുണ്ട്. അല്ലാതെ നമ്മൾ ജോലിക്ക് കൂടെ ചെല്ലുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റൽസ് ഒരുപാട്
ഡെവലപ്പ് ചെയ്ത് വന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായോ, ഇത് എവിടെയായിരുന്നു എന്ന് ഉള്ള ഒരു ചിന്തയിൽ ഇരിക്കരുത്. ക്ലിയർ ആയോ? 7th പോയിന്റ് മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ സെന്റൻസിന്റെ? പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം ഇതൊക്കെയാണ് പറഞ്ഞതെന്ന്. ഒന്ന് ഒരു തമ്പൊക്കെ അവിടെ ഇടുകട്ടോ. ഇപ്പുറത്ത് നമ്മൾ ഈ നോട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നവർക്ക് ഒരുപാട് പേരുടെ തമ്പ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ നോട്ട് എനിക്ക് മിനിമൈസ് ചെയ്താൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി കുറച്ച് പേര് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അവർ തമ്പിടാണെങ്കിൽ എളുപ്പം എനിക്ക് മനസ്സിലാകും. അവരെല്ലാവരും തമ്പിടണമെന്നല്ല, മനസ്സിലായെങ്കിൽ മാത്രം. ഇല്ലായെങ്കിലും വേറെ ഒന്നുകൂടി പറയോ മിസ് ചോദിച്ചാൽ വിത്ത് നോ ഡിലേ നമ്മൾ പെട്ടെന്ന് പറയുന്നതായിരിക്കും കേട്ടാ. അൻഷിത, അതുപോലെ നഫിയ എന്ന് തോന്നുന്നു, ആൻഡ് രേഷ്മ. ഒന്ന് നിങ്ങളൊക്കെയാണ് നമ്മളിവിടെ വിസിബിൾ ആകുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ പ്രൊഫൈലാണ് ഇവിടെ വരുന്നത്. അപ്പൊ അവരൊക്കെ ഒന്ന് പെട്ടെന്ന് തമ്പിടാണെങ്കിൽ നമുക്ക് അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അടുത്തത് എന്താ? റീജിയണൽ ഹോസ്പിറ്റൽസ് കേട്ടോ. ഫോർ ദ അഫോർമേഷൻ ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്സ് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ബുദ്ധനിസിന്റെ ഒക്കെ കാലഘട്ടത്തില് അവരാൽ നിർമ്മിതമായിട്ടുള്ള ചില അഗതി മന്ദിരങ്ങള്, അതുപോലെയുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ, ആ രീതിയിലും എന്താ പറയാ ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് കേട്ടോ. ബുദ്ധന്റെ കാലഘട്ടങ്ങളിലാണ് അഗതി മന്ദിരങ്ങൾ അഗതികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ റീജിയണൽ ഹോസ്പിറ്റൽസ് വേർ ഓൾസോ ബിൽഡ്. മനസ്സിലായല്ലോ? പിന്നെ അക്ബേഴ്സ് പീരീഡിലാണ് യുനാനി മെഡിസിൻ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് വന്നത്. യുനാനി മെഡിസിൻസ്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നത് അല്ലെ? ഈ യുനാനി മെഡിസിൻസിനെ കുറിച്ചിട്ട് ഐ തിങ്ക് ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു എവിടെയും കണ്ടു ഇല്ലേ? യെസ്. സോ അപ്പൊ അവിടെ നിങ്ങൾ കൂടുതൽ പഠിക്കും. അപ്പൊ നമുക്ക് അവിടെ ജസ്റ്റ് ഇതൊന്ന് അറിയുക. ഇന്ന രീതിയിൽ ഹോസ്പിറ്റൽസ് പണ്ട് ഏർലി റൂളേഴ്സും സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ എല്ലാം ഡിസീസസിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റൽസ് ആയിരുന്നില്ല. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ കൺഫൈൻമെന്റ് അല്ലെങ്കിൽ ഒരു കൺസോലേഷന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള ആശ്വാസങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നൽകുന്ന ഒരു എന്താ പറയാ ഹാപ്പിനെസ് കൊണ്ടുവരാൻ ആളുകൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു കേന്ദ്രങ്ങളായിട്ടും ഒക്കെ ഹോസ്പിറ്റൽസ് പ്രവർത്തിച്ചിരുന്നു. അപ്പൊ അക്ബറുടെ കാലഘട്ടത്തിലാണ് യുനാനി മെഡിസിൻസ് ഒക്കെ വന്നത്, നിലവിൽ വന്നത്. ക്ലിയർ ആയല്ലോ അവിടെ വരെ? അതിന് നിങ്ങളോട് ഞാൻ കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് സുശ്രുതയും ചരകയുമാണ്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു. ഓക്കെ, അടുത്ത നമുക്ക് 17th സെഞ്ചുറി. അപ്പൊ 6th സെഞ്ചുറിന്ന് വേഗം ചാടി നമ്മൾ ഏകദേശം വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കും നെക്സ്റ്റ് സെഞ്ചുറീസ് എല്ലാം തന്നെ കടന്നു പോയത് അല്ലെ? ബാക്കി 6th സെഞ്ചുറിക്ക് ശേഷം ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ കടന്നുപോയി. 17th സെഞ്ചുറി ആയപ്പോഴേക്കും മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ അറൈവ് ചെയ്തു അല്ലെ? ആരാണ് കൊണ്ടുവന്നത്? ക്രിസ്ത്യൻ മിഷണറീസ് ആണ്. സൗത്ത് ഇന്ത്യയിലൊക്കെ എന്താ പറയാ ഒരുപാട് ക്രിസ്ത്യൻ മിഷണറീസ്, ക്രിസ്ത്യാനിറ്റിയെ പ്രചരിപ്പിക്കുന്ന കുറെ മിഷണൽ പ്രവർത്തകരുണ്ടായിരുന്നു. മിഷൻ മീൻസ് എന്താ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടി ചെയ്തെടുക്കാൻ, ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്വമേധയ വോളണ്ടറി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളൊക്കെ ചേർന്നിട്ട് അവരുടേതായ രീതിയിലുള്ള ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള മിഷണറീസ് ആണ് എന്ത് ചെയ്തത്? ഈ ഒരു മോഡേൺ സ്റ്റൈൽ ഓഫ് മെഡിസിൻസ് കൊണ്ടുവന്നത്. മനസ്സിലായോ? 17th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിലൊക്കെയാണ് അത് ആദ്യമായിട്ടൊക്കെ നിലവിൽ വന്നത്. 17th സെഞ്ചുറിയിൽ ഹോസ്പിറ്റൽസിൽ ഒരു എന്താ പറയാ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഹോസ്പിറ്റൽസിന്റെ സർവീസസിലും മറ്റു കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിലാണ് മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ വിച്ച് വാസ് അറൈവ്ഡ് ബൈ ബ്രോട്ട് ടു ബൈ ദ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? പിന്നെയും അതിന് പടിപടിയായിട്ട് പിന്നെയും കുറെ ഹോസ്പിറ്റൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാര് എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഡ്യൂറിംഗ് ദ ഇയർ 1664 ഇൻ ചെന്നൈ. അതായത് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട്, നമുക്കറിയാലോ അവർ യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഒരുപാട് പരിക്കുകളൊക്കെ വരും. അപ്പൊ അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അന്നത്തെ അവിടുത്തെ ചില ആളുകളെയൊക്കെ സിവിലിയൻസിനെയൊക്കെ നോക്കാനും പരിചരിക്കാനും വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഹോസ്പിറ്റൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. 1664 സോൾജിയേഴ്സിന് വേണ്ടിയിട്ടും 1668 സിവിലിയൻസിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാ പറയുന്നത്. കാരണം അവരായിരുന്നല്ലോ അത് അന്നത്തെ കാലത്തൊക്കെ. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മള് ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ വന്നു. ഫ്രീഡം ഫൈറ്റേഴ്സ് നേരിട്ട് വന്നതല്ല, നമ്മുടെ രാജ്യത്തിന് ഒരു എന്താ പറയാ സ്വാതന്ത്ര്യം വേണം എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി പോരാടി. അതിനൊക്കെ ശേഷമാണ് ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും വന്നത്. ഓക്കെ, അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഹോസ്പിറ്റൽ 1664 ഫോർ സോൾജേഴ്സ് ആൻഡ് 1668 ഫോർ സിവിലിയൻസ് ആണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നത് കേട്ടോ.
ആ സെന്റൻസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. പിന്നീട് there was constant growth 18th ഉം 19th സെഞ്ചുറി ആയപ്പോഴേക്കും പിന്നീട് വലിയ വലിയ മാറ്റങ്ങളാണ് ഹോസ്പിറ്റൽ മേഖലകളിൽ ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ drastic change has been occurred during the 18th and 19th century. ഇങ്ങനെ എന്താ പറയാ മാറ്റങ്ങൾ നമുക്കറിയാം. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു എന്താ പറയാ അടിത്തറ പാകാനായിട്ട് ആരെങ്കിലും ഒരു ബേസ്മെന്റ് കൊണ്ടുവരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്കറിയാം. ചാൾസ് ബബേജ് ഒക്കെ അന്ന് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുമ്പോൾ ഏത് രീതിയിലുള്ള കമ്പ്യൂട്ടർ ആയിരുന്നു അല്ലെ. ഇന്ന് ഒരുപാട് എന്താ പറയാ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു അല്ലെ. ഇന്ന് നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന നമ്മളുടെ എന്താ പറയാ നമുക്ക് ഹാൻഡ് ഈസി ആയിട്ടുള്ള ഒരുപാട് ഡിവൈസസിന്റെ രൂപത്തിൽ കമ്പ്യൂട്ടറിന്റെ എല്ലാ ഫങ്ഷൻസും കൂടി നമുക്ക് ഇന്ന് നമ്മുടെ ഫിംഗർ ടിപ്പില് നമുക്ക് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു അല്ലെ. അപ്പൊ ഇതിന് ഒരു ചെറിയൊരു പോയിന്റ് ഓഫ് ഇതുപോലെയുള്ള ഒരു ബേസ് ഇട്ട് കൊടുത്ത ഒരാളായിരിക്കാം. അതിനെ പിന്നെ ഡെവലപ്പ് ചെയ്ത് നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് എപ്പോഴും തങ്ങളുടെ ജോലികളൊക്കെ ഒത്തിരി സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ. ഒന്നും ബുദ്ധിമുട്ടാൻ മനുഷ്യന്മാർക്ക് ഇനി പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ എല്ലാ ജോലികളെയും ഏത് ജോലികളാണെങ്കിലും അതിനെയൊക്കെ ഒരുപാട് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഡിവൈസസ് ഓരോ ദിവസവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എങ്ങനെ നമ്മളുടെ ജോലി ഭാരം കുറയ്ക്കാം, ഹൗ ടു സിംപ്ലിഫൈ അവർ ജോബ് അല്ലെ. വലിയ ബുദ്ധിമുട്ടുള്ള ടാസ്കിനെയൊക്കെ എങ്ങനെ കുറയ്ക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽസിന്റെ ഒരു അടിത്തറ പാകി വെക്കാനായിട്ട് ഒരുപാട് ഗ്രേറ്റ് പീപ്പിൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതുമ ഇങ്ങനെ പിടിച്ചാണ് ഇന്നത്തെ മോഡേൺ രീതിയിലുള്ള ഹോസ്പിറ്റൽസിന്റെ രീതിയിലേക്ക് വന്നത്. അപ്പൊ 17th സെഞ്ചുറിയിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഡെവലപ്പ് ചെയ്ത ഹോസ്പിറ്റൽസ് അതിനുശേഷം പിന്നീട് 18th 19th സെഞ്ചുറിയിലും വീണ്ടും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നു, ഗ്രോത്ത് കൊണ്ടുവന്നു. ആൻഡ് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് കൽക്കട്ടയിലാണ് 1835ലാണ്. ഇന്ത്യയിലത്തെ കാര്യം മാത്രമാണ് പറയുന്നത്. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വാസ് established during the year 1835 in Calcutta. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കഴിഞ്ഞിട്ട് ഈ ഒരു സെന്റൻസ് ആണ് ഇനി അണ്ടർലൈൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മെഡിക്കൽ കോളേജസ് വന്നത് മുംബൈയില് 1845ലും ചെന്നൈയില് 1850ലുമാണ്. അതും അണ്ടർലൈൻ ചെയ്യും. Then 1885 ആയപ്പോഴേക്ക് 1250 ഹോസ്പിറ്റൽസ് ആയി. അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ 1250 ആശുപത്രികളും അതുപോലെ ഡിസ്പെൻസറീസ്, അതുപോലെ തന്നെ അത് എത്രയും ആളുകളുടെ ഏകദേശം അന്നത്തെ കാലത്തെ പോപ്പുലേഷന്റെ ഏകദേശം ഒരു 10% ആളുകളിലേക്ക് എത്തുന്ന അത്രയും പോപ്പുലേഷന് അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അന്നത്തെ പോപ്പുലേഷൻ എത്രയാണോ അത് വെച്ച് നോക്കുമ്പോൾ 10% ഓഫ് ആളുകളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇത്തരം 1250 ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും മാത്രം സ്ഥാപിതമായത്. എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏകദേശം 10% ആളുകളിലേക്ക് 10% ആളുകളിലേക്ക് മാത്രം എത്തുന്ന രീതിയിലുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വളരെ കുറവാണ്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ എന്നൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മുടെ ലൊക്കാലിറ്റിയില് നമ്മളുടെ ലോക്കൽ പ്ലേസ് എവിടെയാണോ ആ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 5-6 ഹോസ്പിറ്റല് കാണാം അല്ലെ. ഇല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ഒരു 5-6 ഹോസ്പിറ്റല്, ചെറുതും വലുതുമായിട്ടുള്ള ഹോസ്പിറ്റൽസ് ഇല്ലേ? ഇവിടെ പറവൂരൊക്കെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഒത്തിരി മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും അവൈലബിൾ ആണ്. ഈ നിങ്ങളുടെ അവിടെ ഒന്നും മൈ ഗോഡ് ഉറങ്ങിപ്പോണോ? 24 ഉച്ചയ്ക്കാണ് ക്ലാസ്. അതുകൊണ്ട് ഉറങ്ങിപ്പോണ്ടോന്നാണോ ഇടയ്ക്ക് ഞാൻ ചോദിക്കുമ്പോ റിപ്ലൈ ഇല്ലാത്തത് കൊണ്ടാണേ. അപ്പൊ ഇതാണ്. അപ്പൊ 10% എന്ന് വെച്ചാൽ അത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് ആകെ 1250 ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഡിസ്പെൻസറി അന്ന് അങ്ങനെയൊക്കെയാ പറയുക അല്ലെ. നമ്മൾ ഫാർമസി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഡിസ്പെൻസറീസ് ആണ്. ഇന്ന് അതിന്റെ പേര് മാറി. ഓക്കെ. അപ്പൊ സോ ദീസ് ആർ ദ ഇൻഫോർമേഷൻസ് ഓഫ് അവർ ancient and modern hospitals. പഴയതും പുതിയതുമായിട്ടുള്ള ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടുള്ള കുറെ ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് ഈ കൊടുത്തിരിക്കുന്നത്. 17th സെഞ്ചുറിയിലും അതിനു മുമ്പും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് മനസ്സിലായോ? അതൊക്കെ വെറുതെ നമുക്ക് ഇങ്ങനെ വായിച്ച് നമ്മളുടെ അറിവിലേക്കായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നവര്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇനി നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസിനൊക്കെ ശേഷമുള്ള ഇന്ത്യയില് ഹോസ്പിറ്റൽസിന്റെ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിലേ
കുറെ റേഷ്യോസ് അവർ തന്നിട്ടുണ്ട്. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:4,000 ആയിരുന്നു. അതായത് 4000 ആളുകൾ ഉള്ള ഒരു അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു ബെഡ് എന്നുള്ള രീതിയിൽ ആ ഒരു റേഷ്യോ ആണ് പറയുന്നത് കേട്ടോ. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:4,000. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ, പോപ്പുലേഷനും എന്താ പറയാ ആളുകളെ നോക്കുന്ന ഡോക്ടറും തമ്മിലുള്ള റേഷ്യോ 1:6,300 ആണ്. 1:6300 പോപ്പുലേഷൻ അതുപോലെ തന്നെ ഡോക്ടറും തമ്മിലുള്ള റേഷ്യോ. ഒരു ഡോക്ടർ 6300 ആളുകളെങ്കിലും പരിചരിക്കുന്ന രീതിയിൽ ആ ഒരു പ്രൊപ്പോർഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1:40,000. നേഴ്സസ് ആകുമ്പോൾ കൂടുതൽ ആളുകളെ നോക്കേണ്ടി വരും. അതുകൊണ്ട് 40,000 ആണ്. 1:40,000 ആണ് നേഴ്സ് ഈസ് ടു പോപ്പുലേഷൻ എന്ന് പറയുന്ന റേഷ്യോ. അവരുടെ റേഷ്യോ ജസ്റ്റ് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ പറയാ, പക്ഷെ there was some disparities in rural and urban areas. പക്ഷേ ഉണ്ടല്ലോ ഈ ഇതിനകത്തൊക്കെ പല വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കാരണം റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും തമ്മിൽ വ്യത്യാസമുണ്ട്. റൂറൽ ആയിട്ടുള്ള ഗ്രാമീയ പ്രദേശങ്ങളിലേക്ക് ഇട്ടൊന്നും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ സേവനങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങൾ താമസിക്കുന്നവരെ പോയി നോക്കാനൊക്കെ ഉള്ള ഡോക്ടേഴ്സോ നഴ്സസോ ഒക്കെ ഒന്ന് അധികം അവൈലബിൾ ആയിരുന്നില്ല. അർബൻ ഏരിയാസ് ആണെങ്കിലും നഗരപ്രദേശങ്ങളൊക്കെ ആകുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ഫെസിലിറ്റീസ് കൊടുക്കും. അവിടെ അത് തമ്മിലൊരു ഡിസ്പാരിറ്റി മീൻസ് എന്താ ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്നാണ്. അർബൻ ഏരിയാസും റൂറൽ ഏരിയാസും തമ്മിൽ ഈ പറയുന്ന റേഷ്യോസിലൊക്കെ പല വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കും. പിന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം 11,000 ഹോസ്പിറ്റൽസ് ബെഡ്, പിന്നെ 7,400 ഹോസ്പിറ്റൽസ്, അങ്ങനെ പിന്നെ കൂടിയൊക്കെ പിന്നീട് വന്നു ഇൻഡിപെൻഡൻസിനൊക്കെ ശേഷം. ഇനി ലാസ്റ്റ് 50 ഇയേഴ്സ്, ഈ കഴിഞ്ഞ 50 വർഷങ്ങളുടെ മാത്രം കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹോസ്പിറ്റൽസിന്റെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. മനസ്സിലായി? ഇന്നത്തെ രീതിയിലുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള വിത്ത് ഓൾ ഫെസിലിറ്റീസ് ആൻഡ് ടെക്നോളജീസ്, എല്ലാ സൗകര്യങ്ങളും ടെക്നോളജീസും ഉള്ള ഹോസ്പിറ്റലിന്റെ ആ സൗകര്യങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ ഇന്ന്. അത് ഒരു 50 വർഷം തൊട്ട് മുന്നിലുള്ള 50 വർഷത്തിന്റെ ആ ഒരു തുടക്കത്തോടു കൂടിയാണ് ഇത്തരം മാറ്റങ്ങളിലേക്ക് വന്നത്. മനസ്സിലായോ? പണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പുള്ളതിലൊക്കെ ഒരു ആധുനികമായിട്ടുള്ള എന്താ പറയാ മെഷീൻസോ മെഷീനറീസോ എക്യുപ്മെന്റ്സോ ലൈഫ് സേവ് ചെയ്യാനുള്ള അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. പണ്ടൊക്കെ ഒരുപാട് ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മരണം സുനിശ്ചയം എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു അല്ലെ. പണ്ടത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചില രോഗങ്ങളൊക്കെ വന്നാൽ there was no medicine for it. ക്യാൻസർ പോലെയുള്ള രോഗങ്ങള്, അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനെയൊക്കെ ഉണ്ട്. ചില രോഗങ്ങളൊക്കെ അങ്ങനെയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എന്താ പറയാ 0% ചാൻസ് ആണ്. ഒരു ചാൻസ് ഇല്ലാതിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം ആസ് ദ ടെക്നോളജി ഡെവലപ്ഡ് അല്ലെ, മോർ കൈൻഡ്സ് ഓഫ് മെഡിസിൻസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. ഒരുപാട് പുതിയ പുതിയ മെഡിസിൻസും പല രോഗങ്ങളെയും മാറ്റി ലൈഫിനെ വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവന്നു അല്ലെ. അതൊക്കെ വന്നു തുടങ്ങിയത് ഏകദേശം ഒരു 19 വർഷങ്ങൾക്ക് പിന്നിലാണ് എന്നാണ്. ക്ലിയർ ആയോ? അതാണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയില് എമർജൻസി ഓഫ് ഹോസ്പിറ്റൽസിനെ കുറിച്ച് നമുക്ക് തന്നിരിക്കുന്ന ചില ഇൻഫോർമേഷൻസ്. ഈ ഇൻഫോർമേഷൻസിൽ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോസ് ഇല്ലേ, ആ 3 റേഷ്യോസ്, അത് 3 അണ്ടർലൈൻ ചെയ്യാം. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോയും ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോയും നേഴ്സ് ടു പോപ്പുലേഷൻ റേഷ്യോയും, അത് 3. മനസ്സിലായോ? ഓക്കെ അല്ലേ എല്ലാവരും? നമ്മൾ ആകെ 3 ക്ലാസ് കൊണ്ട് എടുക്കേണ്ട ചാപ്റ്റർ ആണ്. ഇത്ര നീണ്ടുപോയതല്ല, നമുക്ക് അതിനിടയ്ക്ക് ഒരു വീക്കിലെ ക്ലാസ് ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇപ്പൊ പണ്ടേ തീരേണ്ടതായിരുന്നു. ഓക്കെ, അപ്പൊ ഇച്ചിരി നീണ്ടുപോയി. നിങ്ങളപ്പോ നന്നായിട്ട് പഠിക്കാനുള്ള സമയം അവിടെ കിട്ടിയിട്ടുണ്ട് 2 ചാപ്റ്റർ, കാരണം ഇച്ചിരിയല്ലേ ഉള്ളൂ. യെസ്, ഇനി നമുക്ക് എനിക്കെടുക്കാനുള്ളത് അടുത്തത് ഈ ഒരു മൊഡ്യൂളിലെ മറ്റൊരു ചാപ്റ്റർ ആണ്. Yes, this one. Chapter 13, ventilator. Ventilator. ബുക്കിലുണ്ടാവും. അത് നേരത്തെ ചോദിച്ചത് കംപ്ലീറ്റ് ചെയ്തില്ല. ബുക്കൊക്കെ എല്ലാവർക്കും കിട്ടിയോ? ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും? ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ആർക്ക് കിട്ടാത്ത? റാണി എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാവർക്കും കിട്ടി. ഹനക്ക് കിട്ടിയിട്ടില്ല. ഹന വീട് എവിടെയാണ്? നിങ്ങളുടെ വീട് എവിടെയാണ്? ചോദിച്ചിട്ടില്ലേ അവിടെ? അമൃത കിട്ടിയിട്ടില്ല.
ഓഫീസിൽ ചോദിച്ചിട്ടില്ലേ? കോണ്ടാക്ട് ചെയ്തിട്ടില്ലേ? ആ ചിലപ്പോ സെൻഡ് ചെയ്തിട്ടുണ്ടാകണം ആയിരിക്കും, ചിലപ്പോ ഓൺ ദ വേയിലായിരിക്കും. എവിടെ വീട് ഹനയുടെ ഒക്കെ? ഒത്തിരി ദൂരെയാണോ? ഏത് ഡിസ്ട്രിക്റ്റ് ആയിട്ട് വരും? ഓക്കെ, കിട്ടുമായിരിക്കും. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടല്ലേ? 41 പേരുണ്ട്, അതില് 31. ഓക്കെ, ബാക്കി എല്ലാവർക്കും കിട്ടിയതാണ്. ജസ്റ്റ് ഒന്ന് ചോദിച്ചു മാത്രമാണ്. അപ്പൊ നോട്ട് കയ്യിലെല്ലാവർക്കും ഉണ്ടാവണം, അതുകൊണ്ടാണ് ചോദിച്ചത്. എറണാകുളം തന്നെയാണ് പ്രോപ്പർ, എറണാകുളം അല്ല. യെസ്. അപ്പൊ എന്ത് കിട്ടാത്തത്? ഒന്നുകൂടി ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കണേ. ചിലപ്പോ നീ ചങ്ങനാശ്ശേരിയിലാണ്. ഒന്നുകൂടി ചോദിച്ചു നോക്ക് അന. ചങ്ങനാശ്ശേരിയും അത്ര അധികം ദൂരമൊന്നും അല്ലല്ലോ അല്ലെ? കോട്ടയം ഡിസ്ട്രിക്റ്റിലല്ലേ? ഒന്ന് ചോദിച്ചു നോക്കേ. എത്തിയില്ലല്ലോ എന്താണെന്ന് ചോദിച്ചേക്കണം. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാന്നല്ല, ടെക്സ്റ്റ് മസ്റ്റ് ആണല്ലോ അല്ലെ? നിങ്ങൾക്ക് ടെക്സ്റ്റിലാണ് എങ്ങനെ പഠിക്കാൻ പറ്റാ? ഏത് നേരം ഫോണിലൊക്കെ നോക്കി പഠിക്കാൻ പറ്റുമോ അല്ലെ? യെസ്, വെന്റിലേറ്റർ ആണ്. എന്താണ് വെന്റിലേറ്റർ അല്ലെ? നമ്മള് വെന്റിലേറ്ററിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും ഒരുപാട് ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് അല്ലെ? ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോകുന്ന നമ്മളുടെ ഏറ്റവും എന്താ പറയാ അടുത്തുള്ളവര്, റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, വെന്റിലേറ്ററിലാണെന്നൊക്കെ നമ്മൾ പ്രാവശ്യം ആളുകളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വേർഡുകൾ വീഴുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സംടൈംസ് യു മൈറ്റ് ഹാവ് ഓൾസോ സീൻ ഇൻ ദ ഹോസ്പിറ്റൽസ്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോഴും ജോയിൻ ചെയ്തിട്ട് വൈകിയതാണ്. ഓക്കെ, അപ്പൊ കിട്ടും കേട്ടോ. അപ്പൊ നമുക്കറിയാം, നമ്മള് ഹോസ്പിറ്റൽസിനകത്തൂടെയൊക്കെ പാസ് ചെയ്യുമ്പോൾ വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ടും ഉണ്ടായിരിക്കും നമ്മൾ അല്ലെ? എന്താണ് വെന്റിലേറ്റർ? ഒരു മെഡിക്കൽ വെന്റിലേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? It gives assistance to the lungs to work. നമ്മുടെ ലങ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഒരു മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ലങ്സിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ അല്ലാതെ വരുമ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഹെൽപ്പ് ചെയ്യാം, എന്നുവെച്ചാൽ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ലങ്സിന്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിനെയാണ് നമ്മൾ മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് വിളിക്കാം. ഇനി ഇതിനെ മറ്റൊരു രീതിയിലും കൂടി നമുക്ക് വേണ്ടി പറയാം. ഇറ്റ്സ് എ ലൈഫ് സേവിംഗ് മെഷീൻ. നമ്മുടെ ജീവൻ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ കൂടിയാണ്. ചിലപ്പോഴൊക്കെ പേഷ്യൻസ് വളരെയധികം മോശം സ്റ്റേജിലേക്കൊക്കെ ആയി പോകുമ്പോൾ ഈ ഒരു വെന്റിലേറ്ററിന്റെ മാത്രം ഹെൽപ്പ് കൊണ്ട്, മീൻസ് ആ ഒരു ബ്രീത്തിങ് മാത്രം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. സംടൈംസ് ദ റിലേറ്റീവ്സ് ഓഫ് ദ പേഷ്യന്റ് മേ ബി ഔട്ട്സൈഡ് ദ കൺട്രി. അപ്പൊ അവരൊക്കെ ഒന്ന് വന്നിട്ട് അവരൊക്കെ ഒന്ന് കാണാൻ, ലാസ്റ്റ് ആയിട്ട് ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെന്റിലേഷൻ സപ്പോർട്ടോട് കൂടി ആളെ നമ്മളിങ്ങനെ ജീവിപ്പിച്ച് നിർത്താൻ, ലാസ്റ്റ് ആ ഒരു ലൈഫിനെ സേവ് ചെയ്ത് അത്രയും നേരം നിർത്താൻ വേണ്ടിയിട്ട്. വെൻ ദേ ആർ വെരി ഹാർഡ് ടു ബ്രീത്ത്, അവർക്ക് ശ്വസിക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ല, സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് അത്തരം പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ലൈഫ് സേവിംഗ് മെഷീൻ കൂടിയാണ് നമ്മുടെ മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒട്ടും ശ്വാസം എടുക്കാനൊക്കെ പറ്റാതിരിക്കുമ്പോഴാണ് ഈ ഒരു വെന്റിലേഷന്റെ സപ്പോർട്ട് കൊടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ വെന്റിലേറ്റർ എന്താ ചെയ്യുന്നത്? വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് ദ എയർ. നമ്മുടെ ഈ എയറിനെ വളരെ കൃത്യമായിട്ട് ലങ്സിലേക്ക് പമ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇൻ ആൻഡ് ഔട്ട്, അകത്തേക്കും പുറത്തേക്കൊക്കെ പമ്പ് ചെയ്യാനായിട്ടും, ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് ആഡക്വേറ്റ് ഓക്സിജൻ, അതായത് ആവശ്യത്തിന് വേണ്ട ഓക്സിജൻ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ വെന്റിലേറ്റർ ചെയ്യാം. വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു പമ്പ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്. നമ്മുടെ ലങ്സിന്റെ അകത്തേക്കും പുറത്തേക്കും ഒക്കെ ഈ എയർ പമ്പ് ചെയ്യാനും, സോ ദാറ്റ് ദ ബോഡി ക്യാൻ ഗെറ്റ് ഓക്സിജൻ, നമുക്ക് ബോഡിക്ക് ആവശ്യമായ ഓക്സിജൻ ഒക്കെ കൃത്യമായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. സോ ഈ വെന്റിലേഷൻ എങ്ങനെയാ കൊടുക്കുന്നത്? ബൈ ബിഫിറ്റിംഗ് മാസ്ക്. നമ്മുടെ മുഖത്തിന് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു മാസ്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പേഷ്യൻസിന് കൊടുക്കുന്നത്, ഈ ഒരു വെന്റിലേഷൻ സപ്പോർട്ട് കൊടുക്കുക. സോ ദാറ്റ് അപ്പൊ ഓക്സിജൻ കൃത്യമായിട്ട് അത് എന്താ പറയുക എടുത്ത് അകത്തേക്ക് ലങ്സിലേക്കൊക്കെ എത്താനായിട്ട് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള മാസ്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് യൂസ് ആയിട്ടൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് പമ്പ് ചെയ്ത് പോകില്ല. അപ്പൊ അതുകൊണ്ടാണ് ബിഫിറ്റിംഗ് മാസ്ക് എന്ന് പറയുന്നത്. കറക്റ്റ് ആക്റ്റ് ആയിട്ടുള്ള മാസ്ക് ആയിരിക്കും വെച്ചിട്ട് അത് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ പേഷ്യൻസിന്റെ കണ്ടീഷൻ ഇഫ് ഇറ്റ് ഈസ് മോർ
സീരിയസ്, ഒത്തിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും അവർക്ക് ഈ പറയുന്ന മാസ്ക് മാത്രം പറ്റില്ല, അതുകൊണ്ട് സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് ബ്രീത്തിങ് ട്യൂബ് ആയിരിക്കും എന്ത് ചെയ്യണം, നമ്മുടെ ത്രോട്ടിന്റെ ഉള്ളിലേക്ക് എന്താ പറയുക പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇറ്റ് പ്രൊവൈഡ്സ് ഓക്സിജൻ ടു ദ ലങ്സിലേക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റൂലാണ്, ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജസിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ പറ്റില്ല. അതുകൊണ്ടാണ് ട്യൂബ് വെച്ചിട്ട് അത് പ്രസ് ചെയ്ത് ത്രോട്ടിലേക്ക് വെച്ചിട്ട് ഓക്സിജൻ ബോഡിയിലേക്ക് അതുപോലെ തന്നെ ലങ്സിലേക്ക് എത്തിക്കുന്നത്. ക്ലിയർ ആയോ? സോ അതാണ് ഒരു വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോടുകൂടി ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ള മെഷീൻ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്ത് ആളുകളുടെ ആ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആയിട്ടാണ് വെന്റിലേറ്ററിനെ നമുക്ക് പറയാൻ പറ്റുക. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് മനസ്സിലായോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയ പാരഗ്രാഫ്, എന്നിട്ട് ഞാൻ പറയാം ഏത് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നത്. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ സെന്റൻസുകളും ഇമ്പോർട്ടന്റ് തന്നെയാണ്. നോക്കിയിട്ട് പറയാം, ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചോ? ഞാൻ പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. എ മെഡിക്കൽ വെന്റിലേറ്റർ ഇസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ലങ്സ് വർക്ക്. തൊട്ടടുത്ത സെന്റൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ. ഇറ്റ് ക്യാൻ ബി എന്ന് പറയുമ്പോൾ ഓർത്തോളോട്ടാണ്, അത് വെന്റിലേറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. A medical ventilator can be a life-saving machine if the patient is in a condition that makes it hard to breathe properly or when can't breathe at all. ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തതും ഒട്ടും തന്നെ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ലാത്തതുമായിട്ടുള്ള പേഷ്യൻസിനുള്ള ഒരു ലൈഫ് സേവിംഗ് മെഷീൻ ആയിട്ടും ഇവിടെ മെഡിക്കൽ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്ത സെന്റൻസ്, the patient may wear a befitting mask to help get oxygen from the ventilator into lungs. Our sentence underline ചെയ്യണം. And the last one, if the patient's condition is more critical, a breathing tube may be pressed down to the throat to supply lungs with oxygen. Okay, ആ sentence or വേണ്ട, or ഇല്ലാണ്ടുള്ള sentence. ക്ലിയർ ആയല്ലോ? അത്രയും വരെ പറഞ്ഞോട്ടെ. അടുത്തത് ഓക്കെ അല്ലേ? യെസ്. ഇനി വെന്റിലേറ്ററിന് മറ്റ് പേരുകളും ഉണ്ട്. വെന്റിലേറ്റർ ഓൾസോ ക്യാൻ ബി നോൺ ആസ് ബ്രീത്തിങ് മെഷീൻ ആൻഡ് ഓൾസോ മെക്കാനിക്കൽ വെന്റിലേഷൻ. ഈ രണ്ട് പേരും വെന്റിലേറ്ററിനുണ്ട് കേട്ടോ. ബ്രീത്തിങ് മെഷീൻ എന്നും മെക്കാനിക്കൽ വെന്റിലേഷൻ എന്നും ഒക്കെ വെന്റിലേറ്ററിനെ വിളിക്കും. ഓക്കെ. ഇനി ഇനി നമുക്ക് എപ്പോഴൊക്കെയാണ് എന്താ പറയാ ഈ വെന്റിലേറ്റേഴ്സിന്റെ ഹെൽപ്പ് വേണ്ടത്? വെന്റിലേറ്റേഴ്സിന്റെ സപ്പോർട്ട് വേണ്ട ചില ഡിസീസ് അല്ലെങ്കിൽ ചില ഹെൽത്ത് കണ്ടീഷൻസ് ആണ് ഇനി നമുക്ക് പറയുന്നത്. അതായത് ഈ ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കാണ് വെന്റിലേഷന്റെ ആവശ്യം കൂടുതലായിട്ട് വരിക. അതായത് അറ്റ് ദ ടൈം ദേ കനോട്ട് ബ്രീത്ത്, അതായത് ഒട്ടും നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ശ്വാസം തന്നെ എടുക്കാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങളിലാണ് കൂടുതലും വെന്റിലേഷന്റെ സപ്പോർട്ട് വരിക. സോ അങ്ങനെയുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻസ് വിച്ച് ലീഡ് ടു ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുക. അതൊക്കെ തന്നെയാണ്, അത്തരം രോഗാവസ്ഥയിലാണ് നമുക്ക് വെന്റിലേഷന്റെ സപ്പോർട്ട് വേണ്ടത്. സോ വെന്റിലേഷന്റെ സപ്പോർട്ടുണ്ട് അസുഖം നോക്കാം. ഒന്നാമത്തെ ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആണ്. എന്താണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം? ARDS. A for acute, R for respiratory, D for distress and S for syndrome. ഓരോ അക്ഷരങ്ങളും ഓരോന്നിനെ സൂചിപ്പിക്കുന്നതാണ്. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിന്റെ ഷോർട്ട് ഫോം ആണ്, ഷോർട്ട് ഹാൻഡ് ഫോം ആണ്, അബ്രീവിയേറ്റഡ് ഫോം ആണ് ARDS. എന്താണ് ഈ ARDS എന്ന് പറയുന്നത്? അതായത് ഒരു എന്താ പറയാ ലൈഫ് ത്രെട്ടനിങ് ലങ് ഇഞ്ചുറി ആണ്. അതായത് നമ്മളുടെ എന്താ പറയാ ഈ എയറിനെ ഫ്ലോ ചെയ്യാനായിട്ട്
അതായത് നമ്മുടെ എയറിലുണ്ടാകുന്ന ചില ലീക്കേജസ് ഒക്കെ ലങ്സിലേക്കൊക്കെ ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ലീക്കേജസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അത്തരം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരു തരം ലങ് ഇഞ്ചുറി ആണ്, നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഏതോ തരത്തിലുള്ള ഇഞ്ചുറി. അതിന് പറയുന്ന ഒരു പേരാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. സോ അറ്റ് ദിസ് ടൈം, ഈ ഒരു സമയത്ത് ശരിയായ രീതിയിൽ ശ്വസിക്കാനായിട്ട് പേഷ്യന്റ് എന്താ പറയാ ബുദ്ധിമുട്ടും. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വെന്റിലേഷന്റെ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സാധനം മനസ്സിലാക്കിയാൽ മതി. എന്താ പറയാ, വേണമെങ്കിൽ അവിടെ സൈഡിലൊന്ന് എഴുതി വെച്ചോ, ലൈഫ് ത്രെട്ടനിങ് ലങ് ഇഞ്ചുറി. ARDSന്റെ അവിടെ വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റിലോ സൈഡിലോ നോട്ടിട്ട് അവിടെ എഴുതി വെച്ചോ, ലൈഫ് ത്രെട്ടനിങ് ലങ് ഇഞ്ചുറി. ജീവന് തന്നെ ഭീഷണിയാക്കാവുന്ന തരത്തിലുള്ള ലങ് ഇഞ്ചുറി ആണ്. ചെറുതൊന്നുമല്ല, ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു ലങ് ഇഞ്ചുറി. അത് ചിലപ്പോ മരണത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ വെന്റിലേഷൻ നമുക്ക് പേഷ്യന്റിന് കൊടുക്കേണ്ടി വരും. അതാണ് ARDS. വെറുതെ അവിടെ എഴുതി വെച്ചാൽ മതി, ലൈഫ് ത്രെട്ടനിങ് ലങ് ഇഞ്ചുറി. എഴുതിയോ? അപ്പൊ തന്നെ അവിടെ എഴുതി പൊക്കോ, ലൈഫ് ത്രെട്ടനിങ് ലങ് ഇഞ്ചുറി. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്, COPD. ക്രോണിക് അതിന്റെ സിയും, ഒബ്സ്ട്രക്റ്റീവ് അതിന്റെ ഓയും, പൾമനറിയുടെ പിയും, ഡിസീസിന്റെ ഡിയും. അത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ ആണ്. അതായത് നമ്മളുടെ എന്താ പറയാ ക്രോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയാ കാലങ്ങളായിട്ട് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന പല എന്താ പറയാ നമ്മളുടെ ബ്ലോക്കേജ്, ലങ്സിലേക്ക് എയർ പാസേജോ ഒക്കെ ഉണ്ടാകുന്ന ചില ബ്ലോക്ക് ആണ്. പല രീതിയിലും നമ്മുടെ ലങ്സിലേക്ക് എന്തെങ്കിലും എയർ ഫ്ലോ ഉണ്ടാകാൻ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കാരണം. അത് ഒരു കാരണമല്ല, പല രോഗങ്ങളുടെയും ഒരു മിക്സ്ചർ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ക്രോണിക് എന്ന് പറയുന്ന ഒരു പദമാണ് വന്നേക്കുന്നത്. പല രോഗങ്ങൾ കൊണ്ടാണ് അതിന്റെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അത്തരം സാഹചര്യങ്ങളിലും പേഷ്യന്റിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോ ബ്രീത്തിങ് പ്രോബ്ലം വരും, നന്നായി ബ്രീത്ത് എടുക്കാനൊക്കെ പറ്റാണ്ട് വരും. അപ്പോഴും നമ്മുടെ വെന്റിലേഷന്റെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഏതാണ് COPD സിറ്റുവേഷനിൽ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. ആവശ്യത്തിന് ലങ്സിലേക്ക് ഓക്സിജൻ എത്തുന്നില്ല. അത് എന്തെങ്കിലും കാരണവശാൽ ബ്ലോക്ക് ആയിട്ടായിരിക്കാം. അത് ഒരു കാരണമല്ല, പല പല രോഗങ്ങളുടെ കാരണങ്ങൾ കൊണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് മനസ്സിലായോ? COPD ആണെങ്കിൽ അവിടെ എഴുതി വെച്ചോ, എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ്. ആ COPDയുടെ സാച്ചുറേഷൻ കഴിഞ്ഞിട്ടൊന്ന് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വെച്ചോ, എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ് that cause, CAUSE, cause airflow blockage. Airflow എഴുതിയാലും മതി. That cause airflow blockage. BLOCKAGE. എയർഫ്ലോ തടയുന്ന രീതിയിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുക. അതിന്റെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന ബ്രീത്ത് എടുക്കാനായിട്ട് പറ്റാത്തത്, അല്ലെങ്കിൽ എയർ ലങ്സിലേക്ക് കൃത്യമായിട്ട് എത്താത്തത്. രണ്ടെണ്ണം മനസ്സിലായോ? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമും അതൊരു എന്താ പറയാ ലൈഫ് ത്രെട്ടനിങ് ലങ് ഇഞ്ചുറി ആണ്. രണ്ടാമത്തേത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്ന് പറയുന്നത് അതെന്താ, അത് നമ്മളുടെ എയർ ഫ്ലോയിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ പല രോഗങ്ങൾ. എന്താ പറയണ്ടേ? മറ്റേ COPD ആണോ? അറിയട്ടെ, ഒന്നുകൂടി പറയട്ടെ, സെന്റൻസ് അല്ലേ? എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ്, a group of disease that cause airflow blockage. വായു അല്ല ഈ എയർ പാസ് ചെയ്യുന്നതിനെ തടയുന്ന രീതിയിൽ പല രോഗങ്ങൾ കൂടി ഒരുമിച്ച് വരിക. ഒരു രോഗമല്ല, പല രോഗം. അതാണ് ഗ്രൂപ്പ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ പേര് വന്നേക്കുന്നത്, ക്രോണിക്. ക്ലിയർ അല്ലേ? എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? എഴുതി കഴിഞ്ഞു. അടുത്തത് എന്താ? ആസ്തമ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ആസ്തമ എന്ന് പറയുന്നത്. ഇന്നത്തെ എന്താ പറയാ എൻവയോൺമെന്റ് ഒക്കെ നമുക്ക് ആ രീതിയിലാണ് അല്ലെ. ഇന്നത്തെ പരിസ്ഥിതിയൊക്കെ ഒത്തിരി പൊല്യൂട്ടഡ് ആണ്. പല രീതിയിലും പൊടിയും പുകയും പ്ലാസ്റ്റിക് ബേണിങ്ങും ഒക്കെ കൊണ്ട് എൻവയോൺമെന്റ് ഒരുപാട് പൊല്യൂട്ടഡ് ആണ്. ഈ എൻവയോൺമെന്റില് പ്രത്യേകിച്ചും ടൗൺ ഏരിയാസിലുള്ളവർക്കൊക്കെ ഓക്സിജന്റെ ആ ഒരു അളവ് വളരെ കുറവായിരിക്കും എയറിനകത്ത്.
ഓക്സിജൻ കണ്ടന്റ് കുറവായിരിക്കും. അപ്പൊ അവർ മുഴുവൻ ശ്വസിക്കുന്നത് ആ ഒത്തിരി പൊല്യൂട്ടഡ് ആയിട്ടുള്ള മറ്റ് ഒരുപാട് വാഹനങ്ങളൊക്കെ എന്താ പറയാ ഡിസ്ചാർജ് ചെയ്യുന്ന സ്മോക്കും അതിന്റെയൊക്കെ ഇതൊക്കെ ശ്വസിച്ച് അവർക്ക് എൻവയോൺമെന്റ് മൊത്തം ഇങ്ങനെ പൊല്യൂട്ടഡ് ആയതുകൊണ്ട് പല രീതിയിലുള്ള അസുഖങ്ങളും ലങ്സിലേക്കൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളിൽ പെട്ടതാണ് ഒന്ന് ആസ്തമ, അല്ലെ? ആസ്മ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ നമ്മള്. അതെന്താ, നമ്മുടെ ഈ എന്താ പറയാ ലങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നാരോ ആകുക, സ്വെല്ലാകുക, വീക്കൊക്കെ വന്ന് ഒത്തിരി ഇങ്ങനെ ചുരുങ്ങി, അല്ലെങ്കിൽ അത് മാത്രമല്ല ഡീപ് ബ്രീത്തിങ്ങിന് ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ടാകും, വീസിങ് സൗണ്ട് അതൊക്കെ വരും, അല്ലെ? ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട്, എന്താ പറയാ, ഒരു ഒച്ച ഉണ്ടാവൂലേ, അതാണ് ആസ്തമ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക സൗണ്ട് വരും. ആസ്മയുള്ളവർക്കാണ് അങ്ങനത്തെ സൗണ്ട് വരിക. കേട്ടിട്ടുണ്ടോ? വയസ്സായവർക്കൊക്കെ ചിലപ്പോഴൊക്കെ ഇത്തരം ചെറുതിലെ തുടങ്ങി ഇങ്ങനെ ശ്വാസ തടസ്സവും മറ്റൊക്കെ അനുഭവപ്പെടുന്നവര് വലുതായി കഴിയുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ശരിയായ രീതിയിൽ അതിന് ചികിത്സ കിട്ടിയില്ല, അല്ലെ? അങ്ങനെയൊക്കെ വന്നത് ഇങ്ങനെ കൂടി വലുതായി അവസാനം അത് ആസ്തമയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഒരു വീസിങ് സൗണ്ട് അവരുടെ ത്രോട്ടിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. ക്ലിയർ ആയോ? അതാണ് ആസ്തമ. വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എഴുതിക്കോ, ഒരു ഹൈഫൻ ഇട്ടിട്ട് ആസ്തമ. എയർവേസ്, അതായത് നമ്മുടെ ശ്വാസം പോകുന്ന വഴിയൊക്കെ. എയർവേസ് നാരോ, NARROW, നന്നായിട്ട് ചുരുങ്ങുക. എയർവേസ് നാരോ ആകും. ആൻഡ് സ്വെൽ, SWELL, സ്വെൽ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, വീസിങ് സൗണ്ട്സ്, WHEEZING, വീസിങ് സൗണ്ട്സ്. ഇതൊക്കെയാണ് ആസ്തമയുടെ ചില ലക്ഷണങ്ങൾ. ഓക്കെ, അടുത്തത് എന്താ? ബ്രെയിൻ ഇഞ്ചുറി. അപ്പോഴും നമുക്ക് വെന്റിലേഷന്റെ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ബ്രെയിൻ ഇഞ്ചുറി ഒക്കെ വരുമ്പോൾ ബ്രെയിൻ നമ്മുടെ ബോഡിയിലെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഇഫ് കറക്റ്റ് ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദ ബ്രെയിൻ ടു ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ ബോഡി, നമ്മുടെ ബോഡിയിലെ മറ്റ് അവയവങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തിക്കും? ബ്രെയിൻ ആണ് എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നത്. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ബ്രെയിൻ എന്നോട് ഇങ്ങനെ പറയണ്ടേ, ഇന്നത് പറഞ്ഞു കൊടുത്ത്, ഇതാണെന്ന് എനിക്ക് പറഞ്ഞ് ഇൻഫർമേഷൻസ് തരുന്നു. അതനുസരിച്ചിട്ടാണ് ഞാൻ ഈ എന്റെ ഈ വാദന തുറന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, അല്ലെ? അപ്പോ അതിന് പ്രവർത്തനങ്ങൾ മുഴുവനും നമ്മുടെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ്. അപ്പൊ ഈ ബ്രെയിനിന് എന്തെങ്കിലും തരത്തിലുള്ള പർട്ടിക്കുലർ ഇഞ്ചുറി വന്നാലോ ഇൻഫർമേഷൻ ഒന്നും അങ്ങോട്ട് പാസ് ചെയ്യില്ല. ശ്വസിക്കണമെന്നും ശ്വാസം വലിച്ചെടുക്കണമെന്നുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും. സോ അങ്ങനെയുള്ളവർക്കും നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? വെന്റിലേഷൻ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ക്ലിയർ ആയോ? ബ്രെയിൻ ഇഞ്ചുറി പറയേണ്ട ആവശ്യമില്ല, ബ്രെയിനിന് തകരാറ് വരിക, അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ കാർഡിയാക് അറസ്റ്റ് ആണ്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടേംസിൽ, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര് നമ്മുടെ ഹാർട്ട് അറ്റാക്കിനെ പറയുന്ന മറ്റൊരു പേരാണ്. ശരിക്കും അതിന്റെ പേരെന്നാണ്. നമ്മൾ സാധാരണക്കാര് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. മെഡിക്കൽ ഫീൽഡിൽ, മെഡിക്കൽ ടേംസിൽ അതിനെ കാർഡിയാക് അറസ്റ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഹാർട്ട് അറ്റാക്ക് ആണ്. യെസ്, അപ്പൊ അതിന്റെ ഒക്കെ ലക്ഷണങ്ങളുമായിട്ടൊക്കെ കൊണ്ടുചെല്ലുന്നവരൊക്കെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇത്തരം വെന്റിലേഷന്റെ സപ്പോർട്ടിൽ അവരുടെ ലൈഫിനെ പിടിച്ചു നിർത്തേണ്ടി വരും. പിന്നെ ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ന്യൂമോണിയ വൈറൽ ആയിട്ടുള്ള ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ന്യൂമോണിയ. അതൊക്കെ വരുമ്പോഴും നമുക്ക് വെന്റിലേഷന്റെ സപ്പോർട്ടൊക്കെ ചിലപ്പോഴൊക്കെ കൊടുക്കേണ്ടി വരും. വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആണല്ലോ, അതുകൊണ്ട് ന്യൂമോണിയ ഒക്കെ ചിലപ്പോഴൊക്കെ പല അവയവങ്ങളേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. ലങ്സിലേക്കൊക്കെ പടർന്നാൽ അത് തീർച്ചയായിട്ടും നമുക്ക് വെന്റിലേഷന്റെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെന്താ? കൊളാപ്സ്ഡ് ലങ് ആണ്. അത് നമ്മുടെ എയർ ലീക്കേജ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിൽ നിന്ന് ലങ്സിലും അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് വാളിലേക്കും ഈ എന്താ പറയാ എയർ ഇങ്ങനെ ലീക്ക് ആകുക. അതിനെയാണ് നമ്മൾ കൊളാപ്സ്ഡ് ലങ് എന്ന് വിളിക്കുക. എയർ നമ്മുടെ ചെസ്റ്റ് വാളിന്റെ ഇടയിലേക്ക്, അതിന്റെ ബിറ്റ്വീനിലേക്ക്, ലങ്സിന്റെയും ചെസ്റ്റ് വാളിന്റെയും ഇടയിലേക്ക് എയർ ലീക്ക് ആവുന്ന ഒരു പ്രത്യേക കാര്യം, അതിനെയാണ് നമ്മൾ കൊളാപ്സ്ഡ് ലങ് എന്ന് വിളിക്കുക. അതും കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്കും നമുക്ക് എന്താ പറയാ ശ്വസിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. വേണമെങ്കിൽ അത് എഴുതി വെച്ചോട്ടോ. കൊളാപ്സ്ഡ് ലങ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം.
എയർ ലീക്ക്, എയർ ലീക്ക്, LEAK, ലീക്ക് ടു ദ സ്പേസ് ബിറ്റ്വീൻ, അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് എവിടെ, ലങ്സിന്റെയും ചെസ്റ്റ് വാളിന്റെയും ഇടയിൽ, ആ സ്പേസിലേക്ക്. എയർ ലീക്ക് ടു സ്പേസ് ബിറ്റ്വീൻ lungs, LUNGS, lungs and chest wall, chest wall, pneumothorax എന്ന് പറയൂ കേട്ടോ. പറയാം. എയർ ലീക്ക്, എയർ ലീക്ക് to the space between lungs and chest wall, lungs and chest wall. അപ്പൊ ഈ പറയുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വെന്റിലേഷൻ സപ്പോർട്ട് ആവശ്യം വരും. ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻസിനാണ് വെന്റിലേഷൻ സപ്പോർട്ട് ആവശ്യം വരിക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തേത് ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം പറഞ്ഞു, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് COPD പറഞ്ഞു, ആസ്തമ, ബ്രെയിൻ ഇഞ്ചുറി, കാർഡിയാക് അറസ്റ്റ്, ന്യൂമോണിയ റിലേറ്റഡ് ടു വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, കൊളാപ്സ്ഡ് ലങ്. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അടുത്ത ദിവസം എടുക്കും. നമ്മൾ 1, 2, 3, 4, 5, 6, 7 എണ്ണം പോയിന്റ് പറഞ്ഞു. ബാക്കി ഇനിയല്ല കേട്ടോ. സ്ട്രോക്ക് തുടങ്ങി എല്ലാത്തിനും കുറച്ച് എഴുതാനുള്ളത് കൊണ്ടാണ് ഞാൻ അത് മുഴുവനും ഒറ്റ വഴിക്ക് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൽ ഓരോന്നിലും ചെറിയൊരു ഫ്രേസ്, അത് എന്താണെന്നത് മനസ്സിലാക്കാനേ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ അവിടെ തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഓർമ്മ വരും, ഇന്നതാണ് ടീച്ചർ പറഞ്ഞതെന്ന്. ഓക്കെ, മനസ്സിലായോ? എഴുതുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ ചെറിയ എക്സ്പ്ലനേഷൻ എഴുതുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെ ഞങ്ങൾ എന്തിനാ പഠിക്കണേന്ന് അറിയാലോ. നമ്മള് പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയാണ്, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പഠിക്കാൻ, നമ്മളുടെ ഇൻഫോർമേഷനിലേക്ക് നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ കൂടിയാണ്. അപ്പൊ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞുകൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് തരുന്നതാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ. ഫൈൻ. സോ സീ യു അടുത്ത ദിവസം കാണാം.